ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കിയെടുക്കാവേ. എന്ന് പറഞ്ഞാൽ മസാല ദോശയായിട്ടോ നെയ് റോസ്റ്റായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന പരുവത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് വേണം കേട്ടോ. പിന്നെ ഒരു ചെറിയ ടീസ്പൂണിന് താഴ്ന്ന അളവിൽ പഞ്ചസാര ഇട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ ഒട്ടും കട്ടയില്ലാണ്ട് നമ്മളതിനെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ മയത്തിൽ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ദോശമാവോ ഇഡ്ഡലി മാവായാലും കുഴപ്പമില്ല, ശരിയായി വരും കേട്ടോ. ദോശമാവ് എടുത്ത് അതിനകത്ത് ഒഴിച്ച് ഒരു 3 ദോശയ്ക്കുള്ള മാവാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. ദോശമാവ് പുളിച്ചിരിക്കുന്നതാണ് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന കേട്ടോ. എന്നിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ പാനിൻ്റെ അതോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഈ വെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത വെള്ളമാണ്. എന്നിട്ട് അത് നമ്മൾ അതങ്ങോട്ട് പെട്ടെന്ന് ഒഴിച്ചങ്ങ് കളഞ്ഞേക്കണം. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ആക്കാനാട്ടോ. എന്നിട്ട് ഒരു തവി മാവും കോരി ഒഴിച്ച് നല്ലപോലെ മയത്തിൽ ഇതുപോലെ പരത്തിയെടുക്കണേ. നമ്മൾ സാധാരണ മസാല ദോശയ്ക്ക് നെയ് റോസ്റ്റിനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല മുരുമരാന്ന് വരും. പഞ്ചസാരയും കടലമാവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ബ്രൗൺ കളറുമായിട്ട് വരും കേട്ടോ. പിന്നെ ആ ദോശയുടെ ആ മാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിരുന്ന സമയത്ത് നമ്മൾ 1 സ്പൂൺ നെയ്യ്, ഞാനിപ്പോൾ നെയ് റോസ്റ്റായിട്ട് എടുക്കുന്നത്, 1 സ്പൂൺ നെയ്യ് എടുത്ത്, നന്ദൂന് ഇതാട്ടോ ഇഷ്ടം, ഇതുപോലെ നല്ല എല്ലായിടത്തും ഒന്ന് പറ്റിച്ച് കൊടുക്കണേ. ഇത്രയും പരുവമായിട്ടാണ് ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ പാൻ ചൂടായിരിക്കുമ്പോഴേ ഈ മാവ് കോരി ഒഴിച്ചാൽ ഉണ്ടല്ലോ, അത് ഒന്നെങ്കിൽ കട്ട പിടിച്ചിരിക്കും, ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ വട്ടത്തിലൊന്ന് സെറ്റായിട്ട് വരികയില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഈ ദോശയുടെ അവിടെ ഇവിടെയൊക്കെ ഇതുകൊണ്ട് ഇതുപോലെ ചെറിയ കളറ് മാറി വരുമ്പോൾ ഇതിനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. പെട്ടെന്നായി കിട്ടും കേട്ടോ. നമ്മൾ മറ്റേ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിള്ളേർ കുറേ എണ്ണം കഴിച്ചോളും കേട്ടോ. ഇതിൻ്റെ അടി നല്ല ശരിക്കും നമ്മൾ കടയിലൊക്കെ പോയിരുന്ന് കഴിക്കത്തില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതേ കളർ വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ മറിച്ചങ്ങോട്ട് ഇടുന്നു. ഒടിഞ്ഞാണ് കേട്ടോ ഇത് വരുന്നതേ കണ്ടോ. ഞാനത് ഇന്ന് കാണിച്ചു തരുന്നത്, ഒടിയുന്ന സൗണ്ട് കേൾക്കാം, അതുപോലെ ഒടിഞ്ഞ് നല്ല മൊരിഞ്ഞാണ് വരുന്നത്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടുവേ. ഇപ്പോൾ നെയ് റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല. നന്ദുവിന് ഇങ്ങനെ നെയ്യും ചേർത്ത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളത്. നന്ദു അങ്ങനെ കറികളൊന്നും കൂട്ടുന്ന ആളല്ലല്ലോ. അപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയായി എടുക്കാവുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പാനിലോട്ട് വെള്ളം ഒഴിക്കുമല്ലോ, അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആകാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വെള്ളം എന്ന് പറഞ്ഞാൽ ചുമ്മാ പച്ചവെള്ളം അല്ല കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നെങ്കിലുണ്ടല്ലോ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടും കേട്ടോ. ആ വെള്ളം ഇങ്ങനെ ഇതുപോലെ അടുത്തൊരു പാത്രമൊക്കെ വെച്ചേക്കണേ. ആ വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പാനിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് അന്നേരം തന്നെ നമ്മൾ അപ്പുറത്തെ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഈ പാനിലോട്ട് ഒഴിക്കണം. അന്നേരം അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ മാറി പോകും കേട്ടോ. അതൊന്നെങ്കിൽ കട്ട പിടിക്കുമോ എന്തെങ്കിലും ശരിയാവാതെ വരുമോ. എനിക്കിങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. നെയ്യൊക്കെ ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, പിള്ളേർക്കല്ലേ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ സാധനമാണേ.